നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ വേദിയിൽ വിവാദ വിഷയങ്ങളിൽ പക്ഷേ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. കോൺഗ്രസിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നടത്തിയത് രൂക്ഷ വിമർശനമാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്കാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായില്ലെങ്കിലും സുരേഷ് ഗോപിയെ റോഡ് ഷോയിൽ ഒപ്പം നിർത്തിയും വേദിയിൽ ഒപ്പമിരുത്തിയും പറയാതെ പറഞ്ഞുള്ള പ്രഖ്യാപനം. എ ക്ലാസ് മണ്ഡലമെന്ന് ബി.ജെ.പി കൽപ്പിക്കുന്ന തൃശൂരിൽ നിർണായകമായ വനിതാ വോട്ടർമാർക്ക് മുൻപിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി. മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കാവർത്തിച്ച് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമവികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു. കേന്ദ്ര की बीजेपी सरकार का मंत्र राज्य के विकास से देश के विकास का है। आज देश में चौड़ी सड़कें बन रही हैं, आधुनिक रेलवे, आधुनिक एयरपोर्ट बन रहे हैं. കേരളത്തിലെ ഇടതു വലതുപക്ഷ മുന്നണികൾ ജനവഞ്ചനയ്ക്ക് പേരുകേട്ടവരെന്ന് മോദി. സ്വർണ്ണക്കടത്തിനെ കുറിച്ചും പ്രസംഗത്തിൽ പരാമർശം. തൃശൂർ പൂര വിഷയവും ശബരിമലയിലെ തിരക്കും സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയെന്ന് പ്രധാനമന്ത്രി. इन्होंने मंदिरों को, हमारे त्योहारों को भी लूट का माध्यम बना दिया है. त्रिशूलपुरम के साथ जिस प्रकार की राजनीति की जा रही है वो दुर्भाग्यपूर्ण है. सबरीमाला में भी जिस प्रकार की अव्यवस्था सामने आई है. ഇന്ത്യ മുന്നണിക്കും വിമർശനം. പരാമർശിക്കുമെന്ന് കരുതിയെങ്കിലും പ്രസംഗത്തിൽ എവിടെയും മണിപ്പൂർ വിഷയം വന്നില്ല. അർഹമായ വിഹിതം പോലും നൽകാതെ കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേന്ദ്രം തള്ളിവിടുന്നുവെന്ന വിമർശനത്തിനും മറുപടി ഉണ്ടായില്ല. 24 തൃശൂർ. ബി.ജെ.പി സംഘടിപ്പിച്ച മഹിളാ സമ്മേളനം. ആ വേദിയിൽ ചലച്ചിത്ര താരം ശോഭനയുണ്ടായിരുന്നു, ക്രിക്കറ്റ് താരം മിന്നുമണി ഉണ്ടായിരുന്നു. സ്ത്രീപക്ഷ വികസനം ചർച്ചയാക്കുകയായിരുന്നു ആ വേദിയിലൂടെ പ്രധാനമന്ത്രി. പെൻഷൻ വിഷയത്തിൽ സർക്കാരിനെ വീട്ടിലാക്കിയ ഇടുക്കിയിലെ മറിയക്കുട്ടിയും ഗായിക വൈക്കം വിജയലക്ഷ്മിയുമെല്ലാം ഈ മഹിളാ സമ്മേളന വേദിയിലെത്തി. 2:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി 3:15 ഹെലികോപ്റ്റർ മാർഗം കുട്ടനെല്ലൂരിലെത്തി. ഇതിനും എത്രയോ മുൻപ് വൻ ജനാവലി തൃശൂർ നഗരത്തിൽ തടിച്ചുകൂടിയിരുന്നു. ആരവങ്ങൾക്ക് നടുവിലൂടെ സുരേഷ് ഗോപിയെ ഒപ്പം നിർത്തി തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പുഷ്പവൃഷ്ടികളും ഹിന്ദിയിലുള്ള മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ പ്രധാനമന്ത്രിയെ എതിരേറ്റു. വൻ ജനാവലിക്ക് നടുവിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹിളാ സംഗമ വേദിയിലേക്ക്. വേദിയിലും സദസ്സിലും വനിതകൾക്ക് പ്രാധാന്യം. പ്രധാനമന്ത്രിക്ക് സ്വാഗതമർപ്പിച്ച് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനം. ഉടുക്കുകൊട്ടിപ്പാണനലഞ്ഞ നാട്ടിൽ കൂത്തുകൂടിയാട്ടം വിളക്കായി തെളിയുന്നൊരിടത്തേക്കു സ്വാഗതം. വനിതാ ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിച്ച് നടി ശോഭന. With the passing of the Women's Reservation Bill, now so many dreams are set free. Millions of aspirations will now see a fruition. Our young and brilliant minds will be encouraged to stay behind and serve the Navabharat. സ്വാതന്ത്ര്യസമര സേനാനികളായ വനിതകളെയടക്കം ഓർത്തെടുത്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. A.V. കുട്ടിമാളുവമ്മ, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ് എന്നിവരുടെ പേരുകൾ എടുത്തു പറഞ്ഞു. കേരളത്തിലെ സാക്ഷരതായിക്കണായ കാർത്തിയാനി അമ്മയെയും ഭാഗീരഥി അമ്മയെയും കുറിച്ചും പരാമർശം. മഹിളാ സംഗമത്തിൽ പ്രവർത്തകരെ അടിമുടി ആവേശം കൊള്ളിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരുന്ന വേദിയിൽ ബീന കണ്ണൻ, ഉമാപ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, P.T. ഉഷ തുടങ്ങിയവരും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടു. തൃശൂർ. ഇത് കേരളത്തിൽ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇതിനുള്ള മുദ്രാവാക്യ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. 400-ലധികം സീറ്റുകൾ നേടുകയാണ് ലക്ഷ്യം എന്ന് വ്യക്തമാക്കുന്ന മുദ്രാവാക്യമാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃയോഗം തയ്യാറാക്കിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. तीसरी बार मोदी सरकार, अब की बार 400 पार,
2024 രാജ്യത്താകെ ഇതാകും BJPയുടെ മുദ്രാവാക്യം. മണിക്കൂറുകൾ നീണ്ട BJP ദേശീയ നേതൃയോഗമാണ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. 400 സീറ്റുകൾ നേടാനുള്ള ലക്ഷ്യം മുൻനിർത്തിയുള്ള തന്ത്രങ്ങളും യോഗം തയ്യാറാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ അസംബ്ലി, ലോക്സഭാ തലങ്ങളിൽ കൺവീനർമാരെയും കോ കൺവീനർമാരെയും നിശ്ചയിച്ചു. പാർട്ടിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള 150ഓളം നേതാക്കളാണ് BJP നേതൃയോഗത്തിന്റെ ഭാഗമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൌരത്വ ഭേദഗതി നിയമത്തിൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാരും നടപടികൾ തുടങ്ങി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചട്ടങ്ങൾ പരസ്യമാക്കും എന്നാണ് വിവരം. പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റും ഉടൻ നിലവിൽ വരും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസ്താവനയോടെ രൂപപ്പെട്ട ഒരു തർക്കം സർക്കാരിനും ക്രൈസ്തവ സഭകൾക്കുമിടയിൽ അതിന്റെ മഞ്ഞുരുക്ക സൂചനകൾ കൂടി പുറത്തുവന്ന ദിവസമാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ഇന്ന് പങ്കെടുത്തു. രൂക്ഷ വിമർശനം ഉയർത്തിയ കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവ അടക്കമുള്ളവർ ഈ വിരുന്നിന്റെ ഭാഗമായി. പ്രതിപക്ഷ നേതാവ് വിരുന്ന് ബഹിഷ്കരിച്ചപ്പോൾ ലീഗിന്റെ രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് ഈ പരിപാടിയിൽ പങ്കെടുത്തു. ചടങ്ങിലേക്ക് പക്ഷേ ഗവർണറെ ക്ഷണിച്ചിരുന്നില്ല. ബിഷപ്പുമാർക്കെതിരായ പരാമർശം മന്ത്രി സജി ചെറിയാൻ പിൻവലിച്ചതോടെയാണ് സർക്കാരിനും സഭാ നേതൃത്വത്തിനുമിടയിൽ മഞ്ഞുരുകിയത്. മന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയ സഭാപ്രതിനിധികളെല്ലാം വിരുന്നിന്റെ ഭാഗമായി. തനിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ കർദിനാൾ ക്ലെമിസ് കാതോലിക്ക ബാവയെ മന്ത്രി സജി ചെറിയാൻ വിരുന്നിനിടെ കണ്ട് സംസാരിച്ചു. KCBC അധ്യക്ഷൻ കർദിനാൾ ക്ലെമിസ് കാതോലിക്ക ബാവയ്ക്ക് പുറമെ ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബായ സഭാപ്രതിനിധികളും പങ്കെടുത്തു. വിരുന്ന് ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചിരുന്നില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് MP PV അബ്ദുൽ വഹാബ് മാത്രമാണ് UDFൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തത്. സർക്കാരുമായി പോര് തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്തുണ്ടായിരുന്നെങ്കിലും ക്ഷണിച്ചിരുന്നില്ല. സഭാ നേതൃത്വം BJP പക്ഷത്തെന്ന് വരുത്തി തീർക്കാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ശ്രമിക്കുന്നുവെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി വിമർശിച്ചു. ഏതാനും കാലങ്ങളായിട്ട് ഇവിടുത്തെ ചില നേതാക്കൾ കേരള സഭയെ BJP പക്ഷത്താക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും BJP ആവുകയോ അതല്ല എങ്കിൽ അവരുടെ പ്രസ്താവനകൾ കേട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ചാഞ്ചാട്ടം ഉണ്ടാവുകയോ ചെയ്യും എന്നാരും വിചാരിക്കേണ്ട കാര്യമില്ല. ക്രൈസ്തവരെ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരുടെ കുഴപ്പമാണെന്ന് ഓർത്തഡോക്സ് സഭയും വിമർശിച്ചു. 24, തിരുവനന്തപുരം. ലോകത്തെ നടുക്കിയൊരു വാർത്ത ഇന്ന് വന്നത് ഇറാനിൽ നിന്നാണ്. അവിടെ ഇരട്ട സ്ഫോടനം, 103 പേർ കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ഖാസിം സൊലൈമാനിയുടെ ശവകുടീരത്തിന് സമീപം സ്ഫോടനമെന്നാണ് റിപ്പോർട്ടുകൾ. 200-ലധികം പേർക്ക് പരിക്കുണ്ട്. ഖാസിം സൊലൈമാനി കൊല്ലപ്പെട്ടതിന്റെ 4ാം വാർഷിക ദിനത്തിലാണ് ഈ സ്ഫോടനം. മിനിറ്റുകളുടെ ഇടവേളയിൽ 2 സ്ഫോടനങ്ങൾ. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുവെന്നാണ് സൂചന. നടന്നത് ഭീകരാക്രമണമെന്ന് ഇറാൻ പ്രതികരിച്ചു. 2020 ജനുവരി 3-ന് അമേരിക്കൻ സൈന്യമാണ് ഖാസിം സൊലൈമാനിയെയും ഇറാഖിന്റെ അർദ്ധസൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡറായിരുന്ന അബു മഹദിയെയും വധിച്ചത്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമായിരുന്നു ഡ്രോൺ ആക്രമണം. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം എന്നാണ് ഇറാന്റെ ആരോപണം. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കും. ന്യൂസ് ഡെസ്ക് 24. അദാനിക്ക് ആശ്വാസം. അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ ക്രമക്കേട് നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് അന്വേഷിക്കാൻ പുതിയ സമിതി ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സെബിയുടെ അന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസം കൂടി സമയം നൽകി. നിലവിലുള്ള അന്വേഷണം സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കോടതി തള്ളി. നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാൻ സെബിക്കും കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ടെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് റിസർച്ച് ഉന്നയിച്ച ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജികളിൽ അദാനിക്കും കേന്ദ്ര സർക്കാരിനും ആശ്വാസമാകുന്നതാണ് സുപ്രീം കോടതി ഉത്തരവ്. നിലവിലെ വിദഗ്ധ സമിതിയെയും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അന്വേഷണത്തെയും സംശയിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചു. സെബി കമ്മിറ്റിയിലെ ചില അംഗങ്ങൾക്ക് താൽപര്യവൈരുദ്ധ്യമുണ്ടെന്നും അദാനി ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആരോപണം. ഗ്രീൻകോയുമായി അടുത്ത ബന്ധമുള്ള OP ഭട്ടാണ് സമിതിയുടെ ചെയർമാൻ എന്നത് അടക്കമാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. ഈ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു.
ഷോർട്ട് സെല്ലിംഗ് പോലെയുള്ള സംഭവങ്ങൾ മൂലമുണ്ടാകുന്ന സ്ഥിരതയില്ലായ്മയിൽ നിന്ന് ഓഹരി വിപണിയെ സംരക്ഷിക്കാൻ സെബി ശ്രമിക്കുന്നുണ്ട്. നിയമപരമായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമായ സെബിയെ സംശയിക്കാനാകില്ല. വിദഗ്ധ സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്തത് തെളിവുകൾ ഇല്ലാതെയാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. ആധികാരികമല്ലാത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ ഉചിതമല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. കുടിശ്ശിക തുക നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന സർക്കാരിന് സപ്ലൈകോയുടെ കത്ത്. ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പണം നൽകാത്തതിനാൽ കരാറുകാർ സാധനങ്ങൾ നൽകുന്നില്ലെന്നും 100 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നും സപ്ലൈകോ ആവശ്യപ്പെട്ടു. വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക 800 കോടി കടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. 7 ജില്ലകളിലെ ക്രിസ്മസ് പുതുവത്സര വിപണികൾക്കായി 100 കോടിയുടെ കുടിശ്ശിക വിതരണക്കാർക്ക് നൽകിയിരുന്നു. കുടിശ്ശിക നൽകാത്തതിനാൽ വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുത്തതുമില്ല. ഈ സാഹചര്യത്തിലാണ് സപ്ലൈകോ സർക്കാരിന് കത്തു നൽകിയത്. നിലവിലുള്ള രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളോ ഇതര സാധനങ്ങളോ സ്റ്റോക്കില്ല. ഇത് തുടർന്നാൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരും. വിതരണക്കാർക്ക് അടിയന്തരമായി 100 കോടിയെങ്കിലും നൽകിയാൽ മാത്രമേ സാധനങ്ങൾ നൽകുകയുള്ളൂ. സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 1600 കോടിയിലേറെയാണ്. സബ്സിഡി സാധനങ്ങൾ നൽകുന്ന കരാറുകാർ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും സർക്കാർ ഇടപെടണമെന്നും കത്തിൽ പറയുന്നു. തുക നൽകാനുള്ള ആവശ്യം ധനവകുപ്പ് പരിഗണിക്കുന്നില്ലെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെയും പരാതി. 100 കോടിയെങ്കിലും അടിയന്തരമായി അനുവദിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു. 24, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ഇനി. AI ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയമിച്ച ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു. സർക്കാരിൽ നിന്നുള്ള തുക മുടങ്ങിയതോടെയാണ് നടപടി. 11 കോടി രൂപയാണ് കെൽട്രോണിന് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത്. വിഷയം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് AI ക്യാമറകളുടെ മേൽനോട്ട ചുമതല വഹിക്കുന്ന കെൽട്രോണിന് പണം നൽകാത്തതോടെയാണ് AI ക്യാമറകളുടെ കൺട്രോൾ റൂമിൽ നിന്ന് ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചത്. 3 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ 11 കോടി രൂപയാണ് കെൽട്രോണിന് സർക്കാർ നൽകാനുള്ളത്. ഈ തുക ആവശ്യപ്പെട്ട് പലതവണ കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചില്ല. കൺട്രോൾ റൂമുകളിൽ നിന്ന് ജീവനക്കാരെ പിൻവലിച്ചതോടെ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുന്ന ജോലി സംസ്ഥാന വ്യാപകമായി തടസ്സപ്പെട്ടു. നിലവിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് കൺട്രോൾ റൂമുകളിലുള്ളത്. നിയമലംഘനങ്ങൾ ക്യാമറകളിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. അതേസമയം വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞു. പണം വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിൽ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ. ക്യാമറകളുടെ പരിപാലന ചുമതലയും നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ട ചുമതലയുമാണ് കരാർ പ്രകാരം കെൽട്രോണിനുള്ളത്. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാരെ പിൻവലിക്കുന്നതെന്നാണ് വിശദീകരണം. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കിയില്ല എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് അത് മറ്റൊരു തലവേദനയാകും സൃഷ്ടിക്കുക. S. ശ്യാംകുമാർ, 24, കൊച്ചി. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കും. നഷ്ടത്തിലോടുന്ന KSRTC സർവീസുകൾ നിർത്തലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റ് അനക്സിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ ശേഷമാണ് മന്ത്രി KB ഗണേഷ് കുമാർ മാധ്യമങ്ങളെ കണ്ടത്. KSRTCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ചു. KSRTC കൂടുതൽ ജനകീയമാക്കും. നഷ്ടത്തിലോടുന്ന സർവീസുകൾ അവസാനിപ്പിക്കുമെന്നും മന്ത്രി. ജനങ്ങൾക്ക് പ്രാധാന്യം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരൻ. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും, എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. മുൻമന്ത്രി ആന്റണി രാജുവുമായി ഒരു പിണക്കവുമില്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കെതിരായ പരാതികൾ പരിഹരിക്കാൻ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. TC ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവ് ഇറക്കും. സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനുള്ള അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം. വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാം. തിങ്കൾ മുതൽ വ്യാഴം വരെ ഓഫീസിൽ തന്നെ ഉണ്ടാകുമെന്നും പൊതുപരിപാടികളിൽ അധികം പങ്കെടുക്കില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. 24, തിരുവനന്തപുരം. ഇനി കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് കൗമാര കലാമാമാങ്കത്തിന് അരങ്ങുണർന്നു.
ഉത്സവാന്തരീക്ഷത്തിൽ കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് കലോത്സവ നഗരിയായ കൊല്ലത്തെത്തിച്ചു. 15 വർഷത്തിന് ശേഷം കൊല്ലത്തിന്റെ മണ്ണിലെത്തിയ സ്വർണ്ണക്കപ്പിന് സ്വീകരണമൊരുക്കാൻ നാട് തന്നെ ഒഴുകിയെത്തി. വിവിധ ജില്ലകളിലെ പ്രയാണത്തിനു ശേഷം ഉച്ചയ്ക്ക് 1:15 സുവർണ കിരീടം കൊല്ലത്തേക്ക്. അതിർത്തിയായ ഏനാത്തും കടന്ന് കുളക്കടയിൽ ധനമന്ത്രി KN ബാലഗോപാൽ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി. ബാൻഡുമേളവും താളഘോഷവും അകമ്പടി. വരുന്ന വഴികളിലെല്ലാം പുഷ്പവൃഷ്ടിയും ആർപ്പുവിളിയുമായി വരവേൽപ്പ്. വൈകിട്ട് 6 മണിയോടെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് കപ്പെത്തി. പടിയിടത്തിന്റെ പാചകപ്പുരയിലും പണികൾ തകൃതി. നാളെ മുതൽ കൊല്ലം 24 വേദികളിലേക്ക് ചുരുങ്ങുകയാണ്. ഇനി 5 നാൾ കൊല്ലം കലയുടെ മറുപേരാണ്. 24 കൊല്ലം. ആർ അരുൺരാജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഈ കലാമാമാങ്കം നടക്കുന്ന വേദിയിൽ നിന്ന് അരുൺ, ടീമുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ 10 മണിക്കാണല്ലോ ഉദ്ഘാടനം. നാളത്തെ പരിപാടി എങ്ങനെയാണ്? ഏതൊക്കെ ഇനങ്ങളാണ് നാളെ വേദിയിലെത്തുക? അരുൺ. ഉന്മേഷ്, കലാപ്രതിഭകളെ ഓരോന്നായി ഇവിടേക്ക് കൊല്ലത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6:25 കാസർഗോഡ് നിന്നുള്ള ആദ്യ സംഘമാണ് ഈ കൊല്ലത്ത് എത്തിയത്. പിന്നീട് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഇപ്പോൾ സംഘമായും അതുപോലെ തന്നെ ഒറ്റയ്ക്കുമെല്ലാം ഇപ്പോൾ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. മറ്റൊന്ന്, നാളെ രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഔദ്യോഗികമായി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഈ പരിപാടികൾക്ക് തുടക്കമാകുന്നത്. തൊട്ടു പിന്നാലെ ഈ നൃത്ത ആവിഷ്കാരം, അത് ആശാശരത്തിന് നേതൃത്വമുള്ള നൃത്യ വിസ്മയങ്ങൾ ഈ പരിപാടിയോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 മണിക്ക് ഔദ്യോഗികമായി മാമാങ്കത്തിന് കലാമേളയ്ക്ക് തുടക്കമിടുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും ഈ ആദ്യ മത്സരമായി മോഹിനിയാട്ടം നടക്കുക. പ്രധാന വേദിയിൽ മോഹിനിയാട്ടവും കഥകളിയും അടക്കമുള്ള ഗ്ലാമർ ഇനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നാളെ 23 വേദികളിലായിരിക്കും മത്സരം നടക്കുക. ഈ 23 വേദികളിലും ഗ്ലാമർ ഇനം തന്നെ ആദ്യ ദിവസങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാളത്തെ ഒരു സവിശേഷത. എന്തെങ്കിലും കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ധാരാളം മത്സരാർത്ഥികൾ കൂടാതെ അവരുടെ രക്ഷിതാക്കൾ, എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മത്സരം കാണാൻ ഇന്ന് വൈകുന്നേരം അടക്കം ഈ കലോത്സവ നഗരിയിലടക്കം സന്ദർശിക്കാനുള്ള ജനങ്ങളുടെ തിരക്ക് അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ വൈബിലേക്ക് കൊല്ലം നഗരം എത്തിയിരിക്കുന്നു, കൊല്ലം ജില്ല എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ എന്തായാലും രാവിലെ അരങ്ങുണരുമ്പോൾ സ്വാഭാവികമായും കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നായി, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭൂപടത്തിൽ കലാമേളയുടെ അടയാളപ്പെടുത്തുന്ന ഒരു ഇനമായി ആശ്രമ മൈതാനം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ടീമും പരിപൂർണ്ണ സജ്ജമാണ്. പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും 24ഉം ഒരുക്കി കഴിഞ്ഞു. 24ന്റെ വിപുലമായ സജ്ജീകരണ സംവിധാനങ്ങൾ നാളെ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇണചിമ്മാതെ ഓരോ വാർത്തയും തത്സമയം കലോത്സവ വേദിയിൽ നിന്നുള്ള ഓരോ വിവരങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മുടെ റിപ്പോർട്ടിംഗ് ടീം എത്തിക്കുകയും ചെയ്യും. ഉന്മേഷ്. അരുൺ, ഇപ്പോൾ ഈ അപ്പീലുകളുടെ കാര്യത്തിൽ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ 62 അപ്പീലുകൾ വരുന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടികളെ മത്സരിക്കാൻ അനുവദിക്കുന്ന കാര്യം കാര്യക്ഷമമായി തന്നെ ഈ വിധിനിർണ്ണയം പൂർത്തിയാക്കും. പുതിയ ക്രമീകരണങ്ങളുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ഈ വിധികർത്താക്കളൊക്കെ ഉള്ളത്. അങ്ങനെ ഈ കാര്യക്ഷമമായി നടത്താൻ, പരാതികൾ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കലോത്സവം മാറുമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അരുൺ? തീർച്ചയായും 9562 ഈ അപ്പീലുകളാണ് ഈ തവണ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി അനുബന്ധിച്ച് എത്തിയത്. ഇതിൽ കോടതി മുഖാന്തരം 362 അപ്പീലുകൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിലുണ്ട്. ഇതിൽ 62 അപ്പീലുകൾക്ക് മാത്രമാണ് എൻട്രി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തീരുമാനിക്കുന്നവർക്ക് മാത്രമാണ് എൻട്രി ഇപ്പോൾ ഉള്ളത്. ഈ എൻട്രിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഈ മത്സരിക്കാനുള്ള യോഗ്യത. ഇപ്പോഴും മന്ത്രി പറയുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ സർക്കാരിന് മുമ്പിലുള്ള ഒരു ആശങ്ക, വിദ്യാഭ്യാസ വകുപ്പിന് മുമ്പിലുള്ള ആശങ്ക, അവസാന സമയത്ത് പോലും മത്സരാർത്ഥികൾ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിധിയുമായി എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഈ മത്സരക്രമത്തിൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മത്സരം തീർന്ന വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീലുകൾ നൽകിയാൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങൾ കാണാൻ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിധികർത്താക്കളെ സംബന്ധിച്ച ഒരു തീരുമാനം ഇപ്പോൾ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത്, ഈ ഒരു പാനൽ, വിധികർത്താക്കളുടെ ഒരു പാനൽ സർക്കാർ രൂപീകരിച്ചു. 3 വർഷം കഴിഞ്ഞ ഒരാളെ പോലും ഈ പാനലിൽ
ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ വിധികർത്താക്കളായി നിയോഗിച്ചിട്ടില്ല. ഏതെങ്കിലും വിധികർത്താക്കൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടലിനോ ശ്രമിച്ചാൽ അത് കൃത്യമായി അറിയാനുള്ള സംവിധാനങ്ങൾ കൂടി സർക്കാർ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് കൃത്യമായ വിജിലൻസ് നിരീക്ഷണം ഇവരെ ചുമതലപ്പെടുത്തിയ ആ സമയം മുതൽ ഇപ്പോഴടക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഈ വേദിയിൽ എത്തുന്നതിന് തൊട്ട് പിന്നാലെ മാത്രമായിരിക്കും ആരാണ് ഇതിൽ ജഡ്ജി, അവരുടെ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുക. ഇത് ഡിക്ലെയർ ചെയ്ത ശേഷമായിരിക്കും ഇവരെ വിധി നിർണ്ണയത്തിന് സർക്കാർ ഇരുത്തുക എന്നുള്ള ഒരു സുതാര്യത കൂടി സർക്കാർ ഇക്കാര്യത്തിൽ പുലർത്തുന്നുണ്ട്. അങ്ങനെ കുറ്റമറ്റതായി ഈ പരിപാടി പൂർത്തിയാക്കുക. ജനുവരി 8 കലോത്സവം തീരുമ്പോൾ യാതൊരു പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇട നൽകാതെ ഇത് പൂർണ്ണമായും അവസാനിപ്പിക്കുക, സമാപിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി സർക്കാർ ഏറ്റെടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരവും. ശരി അരുൺ, ഏതായാലും നാളെ രാവിലെ മുതൽ തന്നെ നമ്മളുണ്ടാകും. കലോത്സവ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ടീം 24 സജ്ജമാണ്. അരുൺ ഉൾപ്പെട്ട ടീം അരുൺ രാജാണ് ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയ അക്കാര്യമാണ്. വിധി നിർണ്ണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. വിധികർത്താക്കൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കും. മത്സരം തുടങ്ങുന്ന സമയത്ത് മാത്രമേ വിധികർത്താക്കളെ പ്രഖ്യാപിക്കൂ. യോഗ്യതയിൽ തർക്കമുണ്ടെങ്കിൽ ആ വേദിയിൽ വെച്ച് തന്നെ തടസ്സം ഉന്നയിക്കാം എന്നുകൂടി മന്ത്രി വി ശിവൻകുട്ടി 24നോട് പറഞ്ഞിരുന്നു. പ്രതികരണത്തിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന മത്സരം നോക്കുന്നതിന് വേണ്ടി, അത് ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഏറ്റവും യോഗ്യതയുള്ള അധ്യാപകരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റ് പോലീസ് വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ്. നമ്മൾ ഒരു വേദിയിൽ അതിൻ്റെ കളി ആരംഭിക്കുമ്പോൾ മാത്രമാണ് ജഡ്ജസിൻ്റെ പേര് പ്രഖ്യാപിക്കും, ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രഖ്യാപിക്കും. അപ്പോൾ നമുക്ക് ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ മോശമാണെങ്കിൽ അപ്പോൾ തന്നെ ഡിബേറ്റ് ചെയ്യുന്നതിനുള്ള അവകാശം പബ്ലിക്കിനുണ്ട്. അത്ര സുതാര്യമായിട്ടാണ് ഇത് നടത്തുന്നത്. ഓരോ ടീമുകളായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് സംഘം എത്തിയിരുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഷഹദർ കുമാർ ആ സംഘത്തിനൊപ്പം ചേർന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അതിലേക്കാണ് ഇനി. അങ്ങനെ കലോത്സവത്തിന് കേളികെട്ടുണരാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമുക്കൊപ്പം ഉള്ളത് കണ്ണൂരിൽ നിന്നുള്ള ചുണക്കുട്ടികളാണ്. ഇവർ കണ്ണൂരിലേക്ക് വന്നിട്ടുള്ളത് കോൽക്കളിയുമായിട്ടാണ്. അപ്പം എന്തായാലും കപ്പടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. എന്തിനു വിശേഷം? ഉഷാറ് പോരല്ലോ. സുഖം. എങ്ങനെയുണ്ട് കൊല്ലത്ത് വന്നിട്ട്? ഇത്തവണ കപ്പടിച്ചിട്ടേ പോവുള്ളൂ? അതാണ് പ്രതീക്ഷ. അടിക്കും. ഇതിനു മുമ്പ് നിങ്ങൾ സ്കൂളിൽ വന്നതാണോ? വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കഴിഞ്ഞ 22 വർഷമായിട്ട് സ്റ്റേറ്റ് വരുന്ന ടീമാണ് മുബാർക്ക്. ആദ്യമായിട്ട് വന്ന ടീമുകളിൽ പെടുന്ന ടീമാണ് നിങ്ങൾ. അപ്പം ഇത്തവണ കപ്പടിച്ചിട്ട് തന്നെ പോവും അല്ലേ? അങ്ങനെയല്ലേ? പ്രാക്ടീസ് ചെയ്ത് എന്തായാലും സ്റ്റേജിൽ കാണിക്കും. ഉറപ്പാ. ഒന്ന് നമുക്കൊന്ന് ജയ് വിളിച്ചാലോ? റെഡി? 1 2 3. അപ്പൊ എന്തായാലും കണ്ണൂരിൽ നിന്നുള്ള ടീം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ടീമും ഇതിനോടകം എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പെൺകുട്ടികളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് അല്പം മുമ്പ് നമ്മൾ കാണിച്ചു. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള ചുണക്കുട്ടികളാണുള്ളത്. ഇവർ കോൽക്കളിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും കപ്പടിച്ചിട്ടേ കൊല്ലത്ത് നിന്ന് ഇവർ തിരിച്ച് കണ്ണൂരിലേക്ക് വണ്ടി കയറുകയുള്ളൂ എന്നൊരു ദൃഢ നിശ്ചയത്തിലാണ് ഇവർ എത്തിയിട്ടുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൊല്ലത്ത് നിന്നും ഷഹദ് റഹ്മാൻ, 24. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് പത്തനംതിട്ടയിലെ ജസ്ന തിരോധാന കേസ്. ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള CBI റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ സമർപ്പിച്ചത്. ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് പുറത്തു വന്നു. ജസ്നയെ CBI കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻ ജെ തച്ചങ്കരിയുടെ പ്രതികരണം. നിലവിൽ അന്വേഷണം അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് നൽകിയത് സാങ്കേതികം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2018 ജസ്നയെ കാണാതായത്. പ്രാഥമിക അന്വേഷണത്തിൽ ലോക്കൽ പോലീസിനുണ്ടായ വീഴ്ചയാണ് കേസ് ദുഷ്കരമാക്കിയതെന്ന് CBI കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ കേസ് നേരത്തെ അന്വേഷിച്ച ടോമിൻ ജെ തച്ചങ്കരി തയ്യാറായില്ല. നിർണായക വഴിത്തിരിവിലെത്തിയ അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയത് കോവിഡ് വ്യാപനമെന്ന് പ്രതികരണം. ജസ്ന മരീചികയല്ലെന്നും CBI അന്വേഷിച്ച് കണ്ടെത്തുമെന്നും ടോമിൻ ജെ തച്ചങ്കരി. ഇനി എന്തെങ്കിലും ഒരു തെളിവ് അതിനെ സംബന്ധിച്ച് ഒരു സൂചന കിട്ടുകയാണെങ്കിൽ CBIക്ക് അത് തുടർന്നും അന്വേഷിക്കാവുന്നതാണ്. CBIയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പ്രപഞ്ചത്തിൽ എവിടെ പോയി ഒളിച്ചിരുന്നാലും മറഞ്ഞിരുന്നാലും മരിച്ചിരുന്നാലും എന്തെങ്കിലും CBI ഇത് കണ്ടെത്തുമെന്നാണ്. ക്രൈംബ്രാഞ്ചിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് മുൻ പത്തനംതിട്ട SP ആയിരുന്ന KG സൈമൺ പ്രതികരിച്ചു. പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു. ശുഭവാർത്ത ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ.
എന്നാൽ കോവിഡ് ഉൾപ്പെടെ അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന KG സൈമൺ. ഞങ്ങളുടെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു. അപ്പോഴതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോഴും നമുക്കൊരു നല്ല പ്രതീക്ഷ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു കോവിഡ് വരികയും പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവുകയെല്ലാം ചെയ്തു. പ്രാഥമിക ഘട്ടത്തിൽ ലോക്കൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി ജസ്നയുടെ പിതാവ് ജെയിംസും ഇന്നലെ പ്രതികരിച്ചിരുന്നു. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ അന്വേഷണം പുനരാരംഭിക്കുമെന്നാണ് CBI കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ജസ്നയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇടുക്കി ബ്യൂറോക്കൊപ്പം 24 കൊച്ചി. ഇനി ദേശീയ വാർത്തകളിലേക്കാണ്. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വീണ്ടും ഒഴിഞ്ഞുമാറി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചോദ്യാവലി ആവശ്യപ്പെട്ട് കെജ്രിവാൾ EDക്ക് കത്ത് നൽകി. അതിനിടെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ മാധ്യമ ഉപദേഷ്ടാവിന്റെ വസതിയിൽ ഉൾപ്പെടെ ED പരിശോധന നടത്തി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ED അയച്ച 3ാം സമൻസും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചു. സമൻസ് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേജ്രിവാളിന്റെ മറുപടി കത്ത്. ഇത്തവണ ആം ആദ്മിയും കേജ്രിവാളിന് വേണ്ടി ശക്തമായ പ്രതിരോധം തീർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് കേജ്രിവാളിനെ തടയാനാണ് ED ശ്രമമെന്ന് ആപ്പ് വിമർശിച്ചു. ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനാണ് കേജ്രിവാളിന്റെ ശ്രമമെന്ന് BJP പ്രത്യാരോപണം നടത്തി. ജാർഖണ്ഡിലും മുഖ്യമന്ത്രിക്കെതിരായ EDയുടെ നടപടി കടുപ്പിച്ചു. ഹേമന്ത് സോറന്റെ മാധ്യമ ഉപദേഷ്ടാവ് പിന്റു എന്ന അഭിഷേക് പ്രസാദിന്റെ വസതിയിലും സാഹിബ് ഗഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണറുടെ വസതിയിലും ED പരിശോധന നടത്തി. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ED ശ്രമിക്കുന്നതെന്ന് ഹേമന്ത് സോറൻ ആരോപിച്ചു. അതിനിടയിൽ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ടിന്റെ സ്ഥാപനങ്ങളിൽ ED റെയ്ഡ് നടത്തി. വിദേശ നാണയ വിനിമയ ചട്ടലംഘന കേസിലാണ് ED നടപടി. 24 ഡൽഹി. ഇപ്പോൾ ഒരു വാർത്ത ശബരിമല സന്നിധാനത്ത് നിന്ന് വരുന്നുണ്ട്. ശബരിമലയിൽ അരവണ വിതരണം പരമാവധി 2 ടിന്നാക്കി ചുരുക്കിയിരിക്കുന്നു. നേരത്തെ ഇത് 5 ടിന്നാക്കി പരിമിതപ്പെടുത്തി. ഇപ്പോൾ അത് 2 ടിന്നാക്കി ചുരുക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ ടിൻ പ്രതിസന്ധി ഉണ്ട് അവിടെ. അതുകൊണ്ട് അരവണ നിറയ്ക്കാൻ ടിന്ന് ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നിയന്ത്രണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചില്ല എന്ന പരാതിയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പണ്ട് അയോധ്യയിൽ വരുന്നത് ഒഴിവാക്കിയവർ ഇപ്പോൾ ക്ഷണം ലഭിച്ചാൽ അയോധ്യ സന്ദർശിക്കുമെന്നാണ് പറയുന്നത് എന്ന് പരിഹാസം. ഭക്തർക്ക് ആദ്യഘട്ടത്തിൽ ആദ്യ 2 നിലകളിലാകും പ്രവേശനം അനുവദിക്കുക. വൃന്ദാവനിലെ വാത്സല്യഗ്രാമിൽ പെൺകുട്ടികൾക്കായി മാത്രമുള്ള ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. പണ്ട് അയോധ്യയിൽ പോകാൻ മടിച്ചിരുന്നവർ നിരവധി പേരുണ്ട്. അവർ 22-ാം തീയതി രാമക്ഷേത്രത്തിൽ നടക്കുന്ന മഹത്തായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം ലഭിച്ചില്ലെന്ന് പരാതിപ്പെടുന്നു. ഈ പ്രതികരണങ്ങൾ സമൂഹം എങ്ങനെ ഇപ്പോൾ നിലകൊള്ളുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. അയോധ്യയിൽ 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് തീരുമാനമായി. പ്രവേശനം ആദ്യ 2 നിലകളിലും അനുവദിക്കും. ശ്രീകോവിലിനൊപ്പം നൃത്തമണ്ഡപ്, രംഗമണ്ഡപ്, ഗൃഹമണ്ഡപ്, കീർത്തൻ മണ്ഡപ്, ഭജൻ മണ്ഡപ് എന്നിവിടങ്ങളിലാണ് ദർശനാനുമതി നൽകുക. സന്ദർശനം അനുവദിക്കുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉദ്ഘാടനത്തിന് മുന്നേ പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ ഉദ്ഘാടനത്തിന് പിന്നാലെ ജനുവരി 23 മുതൽ തന്നെ പ്രതിദിന സന്ദർശനവും ആരംഭിക്കുമെന്നാണ് വിവരം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. വനിതാ നേതാവ് കവിത കൊല്ലപ്പെട്ടു എന്നൊരു മാവോയിസ്റ്റ് പോസ്റ്റർ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കുകയാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ്. പ്രചാരണം മാവോയിസ്റ്റുകളുടെ കെണിയാണോ എന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. IG-യുടെ മേൽനോട്ടത്തിൽ 10 ATS ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ അയ്യങ്കുന്ന് ഞെട്ടിത്തോട് വനമേഖലയിലെ തണ്ടർബോൾട്ട് വെടിവെപ്പിൽ പരിക്കേറ്റ വനിതാ നേതാവ് കവിത കൊല്ലപ്പെട്ടെന്നാണ് മാവോയിസ്റ്റ് പ്രചാരണം. പോസ്റ്ററിലൂടെയുള്ള അവകാശവാദത്തിൽ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അന്വേഷണം ഊർജിതമാക്കി. ഏറ്റുമുട്ടൽ ദിനത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണമാണ് ATS ഏറ്റെടുത്തത്. വയനാട് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ പതിച്ച പോസ്റ്ററുകളിലൂടെയായിരുന്നു മാവോയിസ്റ്റ് പ്രചരണം. ഇക്കാര്യം വ്യാജ അവകാശവാദമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തണ്ടർബോൾട്ട് സംഘം നവംബർ 13-നാണ് ഉരിപ്പംകുറ്റി വനമേഖലയിലെ മാവോയിസ്റ്റ് ക്യാമ്പ് വളഞ്ഞത്. പിന്നാലെ ഏറ്റുമുട്ടൽ. വനത്തിൽ തുടർച്ചയായ വെടിവെപ്പുണ്ടായെങ്കിലും ആരെയും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ കവിത മരിച്ചുവെന്നാണ് പ്രചാരണം. എന്നാൽ വിഷയത്തിലെ അവ്യക്തത നീക്കാനായിട്ടില്ല. 24 കണ്ണൂർ. ഇനി ശബരിമല വാർത്തയിലേക്ക്.
നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ശബരിമലയിൽ അരവണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. ഒരാൾക്ക് വിതരണം ചെയ്യുന്നത് 2 ടിന്നാക്കി ചുരുക്കി. അരവണ നിറയ്ക്കുന്ന ടിൻ ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അരുൺ പാറക്കൽ സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നടപടിയുമായിട്ടില്ല എന്നാണോ? ഉന്മേഷനെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി 2 പുതിയ കമ്പനികൾക്ക് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ശനിയാഴ്ച കരാർ നൽകിയിരുന്നു. അത് ഇന്നലെ രാത്രി പുതിയ ടിന്നുകൾ കണ്ടെയ്നറുകൾ എത്തുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. എന്നാൽ അത് പിന്നെയും വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നിപ്പോൾ പുലർച്ചെ 2 മണിയോടുകൂടി, നാളെ പുലർച്ചെ 2 മണിയോടുകൂടി ഈ 50,000 ടിന്നുകൾ എത്തിക്കുമെന്നാണ് ദേവസ്വം ബോർഡിനെ ഈ പുതിയ 2 കമ്പനികളും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി ഈ പ്രതിസന്ധി പരിഹരിക്കാനാവും എന്ന പ്രതീക്ഷ തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത്. പക്ഷേ ഇന്ന് അരവണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. നിലവിൽ ഒരു ഭക്തന് 5 ടിന്നായിരുന്നു അരവണ നൽകിയിരുന്നത്. അതിപ്പോൾ 2 ടിന്നായി ചുരുക്കിയിരിക്കുന്നു. എന്നാൽ ഭക്തജനങ്ങൾ വലിയ പ്രതിസന്ധി ഈ അരവണ കണ്ടെയ്നർ ക്ഷാമം മൂലം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ്. ശരി, നാളെയോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ അരുൺ പാറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനത്ത് നിന്ന്. മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോട്ടയം, ഇടുക്കി ജില്ലാ പോലീസ് മേധാവിമാരെ കോടതി സ്വമേധയാ കേസിൽ കക്ഷി ചേർത്തു. ഇതുവരെ 80,000-ൽ അധികം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. അരവണ വിതരണത്തിലുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. സന്നിധാനത്ത് ക്രമാതീതമായി തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇടപെടൽ. മകരവിളക്ക് തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് ഭക്തജന പ്രവാഹം നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. മകരജ്യോതി ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കണം. കേസിൽ ഇടുക്കി, കോട്ടയം ജില്ലാ പോലീസ് മേധാവിമാരെ കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. ഇന്നലെ മാത്രം 1,00,000-ലധികം ആളുകൾ ദർശനം നടത്തിയെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ അറിയിച്ചു. ശബരിമലയിൽ ഇപ്പോഴും ഭക്തജന പ്രവാഹം തുടരുകയാണ്. It took almost 15 to 18 hours to reach the temple, but still we are not able to control the crowd. I don't know whether the management is not correct, our police department is not correct, or whoever is not taking the correct action. So if this is the case, we will not come next time onwards to the Sabarimala. നിലവിൽ 4,500 അയ്യപ്പന്മാരാണ് മണിക്കൂറിൽ 18-ാം പടി കയറുന്നത്. അതേസമയം കണ്ടെയ്നർ ക്ഷാമം മൂലം അരവണ വിതരണത്തിലുള്ള പ്രതിസന്ധി തുടരുകയാണ്. പുതിയ കരാർ കമ്പനികൾ ഇന്ന് രാത്രിയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കാമെന്ന് ദേവസ്വം ബോർഡിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതോടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൂട്ടൽ. 24 സന്നിധാനം. ഇനി ഡൽഹിയിലേക്കാണ്. അവിടെ ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അനുകൂലിച്ച് ജൂനിയർ താരങ്ങളാണ് പ്രതിഷേധിച്ചത്. സമരം ചെയ്ത താരങ്ങൾക്കെതിരെയായിരുന്നു ഇവരുടെ പ്രതിഷേധം. ബ്രിജ്ഭൂഷൺ ബ്രിഗേഡ് വീണ്ടും സജീവമായതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും തങ്ങളുടെ പേരിൽ ഭാവി താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നും സാക്ഷി മാലിക് പറഞ്ഞു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ഭരണസമിതി പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷൻ സഞ്ജയ് സിംഗിനെയും മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെയും പിന്തുണച്ചുള്ള ജൂനിയർ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം. മുതിർന്ന താരങ്ങൾ ഗുസ്തി മേഖലയുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. हमारी डिमांड है जी, हमारी तो ये है कि हमारी कुश्ती शुरू करी जाए. जिन बड़े पहलवानों की वजह से हमारी कुश्ती पर रोक हुआ है और ये खुद तो कामयाब हो चुके हैं. ये इनका खुद का तो काम, मतलब इनको जो मंजिल चाहिए थी वो मिल चुके हैं और ये हमारी मंजिल को बर्बाद कर रहे हैं. ഉത്തർപ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജൂനിയർ താരങ്ങളാണ് പ്രതിഷേധ നിരയിൽ. പുതിയ ഭരണസമിതിയുമായി തങ്ങൾക്ക് പ്രശ്നമില്ലെന്നും അധ്യക്ഷൻ സഞ്ജയ് സിംഗിനെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും സാക്ഷി മല്ലിക്. हमें जो है नई फेडरेशन से कोई दिक्कत नहीं थी, सिर्फ हमें एक आदमी से दिक्कत थी, संजय सिंह से. और अगर नई फेडरेशन दोबारा आती है तो उससे कोई प्रॉब्लम नहीं है, ना ही हमें एड होक कमेटी से भी कोई दिक्कत है. തന്റെ മാതാവിന് ഫോണിലൂടെ ഭീഷണി സന്ദേശം ലഭിച്ചെന്ന് വെളിപ്പെടുത്തിയ സാക്ഷി മല്ലിക് തങ്ങളുടെ പേരിൽ പുതിയ തലമുറയുടെ ഭാവി നശിക്കരുതെന്ന് പറഞ്ഞു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ പുതിയ പ്രശ്നങ്ങൾക്കിടെയാണ് നേരത്തെ പ്രതിഷേധിച്ച സീനിയർ താരങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ജൂനിയർ റെസ്ലിംഗ് താരങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതിഷേധത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവന്നിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ മാതാവിനെയും സഹോദരിയെയും രംഗത്തിറക്കാൻ കോൺഗ്രസിന്റെ നീക്കം. YS ശർമിളയുടെ YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിക്കും.
ഡൽഹിയിലെ യോഗത്തിന് ശേഷം നാളെ പ്രഖ്യാപനമുണ്ടാകും. ആന്ധ്രാപ്രദേശിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. ശർമിളയ്ക്ക് പിന്നാലെ YS രാജശേഖര റെഡ്ഡിയുടെ ഭാര്യ YS വിജയമയും പാർട്ടിയിലെത്തിക്കാനാണ് ശ്രമം. നാളെ രണ്ടുപേരും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും മറ്റു പ്രഖ്യാപനങ്ങൾ. YS വിജയമയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രചാരണം ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ആന്ധ്രാപ്രദേശ് വിട്ട് തെലങ്കാനയിലെത്തി പാർട്ടി രൂപീകരിച്ച YS ശർമിള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തട്ടകം ആന്ധ്രാപ്രദേശിലേക്ക് മാറ്റാനാണ് ശർമിളയും ആഗ്രഹിക്കുന്നത്. YSR തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിക്കുമെന്ന് ശർമിള ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് PCC അധ്യക്ഷ സ്ഥാനം, AICC ജനറൽ സെക്രട്ടറി സ്ഥാനം, MP സ്ഥാനം എന്നിങ്ങനെയാണ് YS ശർമിളയ്ക്ക് കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ. 24 ചെന്നൈ. കേസുകൾക്കായി കോടതികളിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നതിൽ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് സുപ്രീംകോടതി. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാൽ മതിയെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന വാക്കാലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഹർജി പരിഗണിക്കവെയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി നടപടി. ഹൈക്കോടതികൾക്കാണ് സുപ്രീം കോടതിയുടെ മാർഗരേഖ. ഒഴിവാക്കാനാകാത്ത അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ കോടതികളിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താവൂ എന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കി. മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇപ്രകാരം: സത്യവാങ്മൂലങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ കേസിൽ തീർപ്പുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ കോടതിയിലേക്ക് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത് ഒഴിവാക്കണം. വസ്തുതകൾ മറച്ചുവെക്കുകയും രേഖകൾ മനഃപൂർവ്വം കൈമാറാതിരിക്കുകയും ചെയ്യുമ്പോഴേ ഉദ്യോഗസ്ഥരെ കോടതിയിലേക്ക് വിളിക്കാവൂ. കോടതിയുടെ വീക്ഷണത്തിനെതിരായ നിലപാട് ഉദ്യോഗസ്ഥൻ സ്വീകരിക്കുന്നു എന്നത് അവരെ വിളിച്ചു വരുത്താൻ കാരണമല്ല. ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനുള്ള അവസരം ഉദ്യോഗസ്ഥർക്ക് നൽകണം. വിളിച്ചു വരുത്തിയാൽ മുഴുവൻ നടപടി സമയത്തും കോടതികളിൽ നിൽക്കാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടരുത്. കോടതിയലക്ഷ്യ നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കുമ്പോൾ പരമാവധി ജാഗ്രതയും നിയന്ത്രണവും പാലിക്കണമെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു.